ജിൻഡോ, ഇവിടെ ഇവിടെ ഇതുവരെ മനസ്സിലാക്കുന്നത് പ്രകാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് എന്താണ്, അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടത് പ്രകാരം നിലമ്പൂരിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവാൻ ഒരു വഴിയില്ല. ചുരുങ്ങിയത് 10 മുതൽ 12,000 വോട്ട് വരെ അവിടെ ഉണ്ട്. ആ 12,000 വോട്ടുകൾ അല്ലെങ്കിൽ 10,000 വോട്ടുകൾ എന്താണ് സി പി എമ്മിലേക്ക് പോകുമെന്നാണ് പി വി അൻവറാണ് പറയുന്നത്. അവിടെ അത് പി വി അൻവർ രാഷ്ട്രീയ ആരോപണം എന്ന ഒരു മാർജിൻ ഇട്ട് നോക്കിയാലും പി വി അൻവർ പോലെ എന്താണ് യു ഡി എഫിൻ്റെ കോട്ട അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ പിടിച്ചെടുത്ത 2 തവണ ജയിച്ച അതപ്പം മാത്രമല്ല കേട്ടോ, 5 വർഷം ഏറനാട്ടിലും അദ്ദേഹം എന്താണ് തൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂരിനും 5 വർഷം മുമ്പ് ഏറനാട്ടിൽ അദ്ദേഹം ശക്തി തെളിയിച്ച ഒരാളാണ്. ഒരു ഇലക്ഷൻ റിംഗിൽ വല്ലാത്ത ഒരു കൈപ്പുണ്യമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ എതിർപ്പ് കൂടിയായാൽ നിങ്ങൾക്ക് കേക്കുവാക്കാവില്ല സുജിൻഡോ. അല്ല ഹാഷ്മി, ഇതിൽ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ സാധാരണ മനുഷ്യന്മാരുടെ എതിർപ്പാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. അവരെന്തായാലും യു ഡി എഫിൻ്റെ ഒപ്പമാണെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. അവരെന്തായാലും അൻവർ ഈ ദിവസം വരെ പറഞ്ഞ പിണറായിസത്തിനൊപ്പമായിരിക്കില്ലല്ലോ. അൻവർ ഈ ദിവസം വരെ എതിർത്ത പിണറായിക്കും അദ്ദേഹത്തിൻ്റെ മരുമോൻ മുഹമ്മദ് റിയാസും ആ പാർട്ടി പിടിച്ചടക്കുകയും കേരളത്തിലെ സർക്കാരിൻ്റെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടിനൊപ്പമായിരിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ നിലപാടും ആ അൻവർ മുൻ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ആ രീതിയിലേക്ക് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ ഒരു വാക്കിനോട്, അവരുടെ ബി ജെ പിയുടെ പൊതുവേ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിപ്പ് കുറവുണ്ട്. ഒന്ന്, അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പ് കുറവുണ്ട്. കാരണം ഇത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാകണമെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന പ്രത്യേകമായിട്ട് നടക്കുന്ന സംഘപരിവാർ വൽക്കരണത്തിനെതിരെ കൃത്യമായിട്ട് ആ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഒക്കെ നിന്ന് സർക്കാരിനോടൊപ്പം നിന്നയാൾ അതിനകത്ത് സംസാരിച്ചിട്ട് വിലയില്ലാതെ വരുമ്പോൾ പുറത്തു വന്ന് ജനങ്ങളോട് സംസാരിച്ച് അവസാനം ജനങ്ങളുടെ മുമ്പിൽ രാജിവെച്ച് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പല്ല. പി വി അൻവർ എടുത്ത ആ രാഷ്ട്രീയ തീരുമാനം അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പല്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 9 വർഷമായിട്ട് സംഘപരിവാർ വൽകൃതമായി എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അതിനെതിരെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പിണറായി വിജയൻ്റെ പിണറായിസത്തിനെതിരെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ചിലപ്പോൾ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം ബി ജെ പിക്ക് ഒറ്റ MLA പോലും ഇല്ലാതെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണല്ലോ. അവർക്ക് അത് പരസ്യമായി സമ്മതിക്കാൻ പ്രയാസമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ടായിരിക്കും അവർ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ട് അവസാനം ബൈ ഇലക്ഷൻ വന്ന വയനാട്ടിൽ ബി ജെ പി മത്സരിച്ചല്ലോ. പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ട് വടകര പോയപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ വന്നപ്പോൾ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന് ബി ജെ പി പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ചേലക്കരയിൽ ബി ജെ പി മത്സരിച്ചല്ലോ, അവിടെയൊക്കെ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് ഞങ്ങൾ മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് മാറി നിന്നില്ല? അപ്പോൾ ഇവിടെ നിലമ്പൂരിൽ പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥി ആരായാലും പരാജയപ്പെടും എന്നുള്ള ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ പാർട്ടിയെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് CJP മുന്നണിയുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ബി ജെ പി ഒളിച്ചുകളി നടത്തുന്നത്. ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ യുവരാജ് ഗോകുലിൻ്റെ അഭിപ്രായത്തോട് കൂടുതൽ യോജിക്കാൻ ആഗ്രഹിക്കുക. കാരണം സംസ്ഥാന പ്രസിഡന്റിന് യുവരാജ് ഗോകുലിൻ്റെ അത്ര പോലും സ്വാധീനമോ അല്ലെങ്കിൽ പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം പെട്ടെന്ന് വെട്ടി തുറന്ന് പറഞ്ഞത്.